പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരു ദിവസം കൂടി എളിയ ദാസനെ അനുവദിച്ചതിനെ ഓർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരനെ, നമ്മൾ എന്താണ് അറിവ്, അറിവിൻ്റെ തലം എന്താണ്, ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ തലം എന്താണ്, ദർശനങ്ങൾ, ദാർശനികത, ദാനിയേലിൻ്റെ ദർശനങ്ങൾ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ദർശനപരം, അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം, അതുമല്ലെങ്കിൽ അതിന് തന്നെ മറ്റൊരു പേരിടാം, അതാണ് സ്വർഗജ്ഞാനം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, വ്യാഖ്യാന അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ തലത്തിലാണ്. ജ്ഞാനത്തിൻ്റെ തലത്തിൽ വചനങ്ങളുടെ വ്യാഖ്യാന തലങ്ങളെ നമുക്ക് കിട്ടും, മനസ്സിലാവും. അതിന് പ്രത്യേകിച്ചൊരു ഇതൊന്നും വേണ്ട. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ധാരാളം വ്യാഖ്യാന വരങ്ങളുള്ള വൈദികർ, മെത്രാന്മാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വചനപോഷകരൊക്കെ ഉണ്ടാവും. വ്യാഖ്യാനിക്കുക അഥവാ എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ തത്തുല്യമായ ഒരു ആശയത്തെ, അർത്ഥത്തെ അതിൻ്റേതായ ശൈലിയിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ് വ്യാഖ്യാനപരം. വ്യാഖ്യാനത്തെക്കാൾ അപ്പുറത്തേക്കുള്ളതാണ് ദർശനപരങ്ങൾ. ദർശനപരങ്ങൾ എന്ന് പറയുമ്പോൾ 3 തലത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, അറിവിൻ്റെ തലം ഏത്, എന്ത്, എങ്ങനെ. 2, ജ്ഞാനം. എന്താണ് ജ്ഞാനം, അതിൻ്റെ വചനം എന്ത്, അതിൻ്റെ വചനത്തിൻ്റെ ഘടന എന്ത്, ഏത്, എങ്ങനെ. അതിൽ തന്നെ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ അത്രമാത്രം കാലഘട്ടത്തെക്കുറിച്ച് അറിയുകയോ പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ സുവിശേഷത്തെ സംബന്ധിച്ചുള്ള വ്യാഖ്യാന തലങ്ങളെ എടുക്കുമ്പോൾ അതിൻ്റെ കാലഘട്ടങ്ങളെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, സുവിശേഷ ഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ കടന്നുപോയി. സുവിശേഷത്തിൽ യേശു ക്രിസ്തു എ റോബർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സർവശക്തനായ ദൈവം ഭൂമിയിൽ വന്ന് തൻ്റെ ഈ ശിഷ്യരോട് മാത്രമല്ല, യഹൂദജനത്തോടും ലോകത്തോടും മുഴുവനും സുവിശേഷം അറിയിച്ചു. യേശു ക്രിസ്തു ഞാൻ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവമാണ്, എനിക്കുള്ള കഴിവുണ്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നതാണെന്നൊക്കെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും തൻ്റെ പ്രവൃത്തിയിൽ കൂടെയും വചനത്തിൽ കൂടെയും ലോകത്തിന് ബോധ്യമാക്കി കൊടുത്തു. അപ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും റോബോട്ടിനെ കുറിച്ചോ റഡാറുകളെക്കുറിച്ചോ ഹൈപ്പർസോണിക് മിസൈലിനെക്കുറിച്ചോ സംസാരിച്ചിട്ടില്ല. എന്നാൽ അത് ലേഖനം കഴിഞ്ഞ് ലേഖനത്തിൽ അതിനെപ്പറ്റി ഏകദേശം ബോധ്യപ്പെടുന്നുണ്ട്. അർത്തിമസ് ദേവത എന്ന് അപ്പസ്തോല പ്രവൃത്തി പറയുന്നുണ്ട്. ആ അർത്തിമസ് ദേവതയുടെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാലഘട്ടം ഏകദേശം 2000 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അർത്തിമസ് ദേവതയുടെ ബഹിരാകാശ പേടകങ്ങൾ ആകാശത്തിലേക്ക് പോകുന്നത്. അതിന് ഏറ്റവും മറ്റൊരു സത്യമാണ് വെളിപാട് ഗ്രന്ഥം. വെളിപാട് ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നാം ഏറ്റവും അത്യധികം മനസ്സിലാക്കേണ്ടത്, അതിന് കൃത്യമായ കാലഘട്ടങ്ങളുണ്ട്. വ്യക്തമായ കാലഘട്ടത്തിൽ മാത്രം വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും പറയുകയും പ്രഘോഷിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് വെളിപാട് ഗ്രന്ഥം. അല്ലാതെ 500 വർഷങ്ങൾക്ക് മുമ്പ് വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞാൽ പറയുന്ന വ്യക്തിക്കും ഒന്നും മനസ്സിലാവുകയില്ല, കേൾക്കുന്ന വ്യക്തിക്കും ഒന്നും മനസ്സിലാവില്ല. അതിൻ്റെ കാരണം, ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, റഡാർ സംവിധാനങ്ങൾ എന്നാൽ എന്ത്. അതിന് അയൺ ഡോം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിനറിയാം അയൺ ഡോം എന്ന് പറഞ്ഞാൽ എന്താണ്. അയൺ ബീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം. എന്നാൽ ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ചും റഡാറുകളെക്കുറിച്ചും റോബോട്ടിനെ കുറിച്ചും ഒക്കെ എഴുതി വച്ചിരിക്കുന്ന വചനഭാഗങ്ങൾ വെളിപാട് ഗ്രന്ഥത്തിലും ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കണേ, ഞാൻ പറഞ്ഞില്ലേ, കാലഘട്ടങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താലേ അത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി പറഞ്ഞു തന്നാലേ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ഇപ്പോൾ എനിക്ക് കുറേ ജ്ഞാനമുണ്ടെന്നോ, എനിക്ക് കുറച്ച് ബോധ്യമുണ്ടെന്നോ, എനിക്ക് കുറച്ച് വിശ്വാസമുണ്ടെന്നോ വിചാരിച്ചുകൊണ്ട് ഞാൻ നേരെ വചനത്തിലേക്ക് എന്നാലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ,
പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് സ്വർഗരാജ്യം സമചതുരത്തിൽ സ്ഥിതി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ആകാശവും ഭൂമിയും ക്ഷീരപഥത്തിൽ നിന്നും ഓടി അകലുന്നത്? ലോകാവസാനം എന്ന സത്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ലോകം കത്തിച്ചാമ്പലാകണം. അതിനുള്ള യന്ത്രം ഏത്? ആ യന്ത്രത്തെക്കുറിച്ച് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന വചനം ഏത്? ഉദാഹരണം പറഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ചോ അല്ലെങ്കിൽ റഡാറുകളെക്കുറിച്ചോ ഇസ്രായേലിൻ്റെ അയൺ ഡോം, അയൺ ബീം എന്നിവയെക്കുറിച്ചോ ആറ്റം ബോംബുകളെക്കുറിച്ചോ എഴുതി വച്ചിരിക്കുന്ന വചനങ്ങളെ, ആ വചനങ്ങൾ ഏതെല്ലാം വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് കിടക്കുന്നു, അതിപ്പോൾ എങ്ങനെ വായിച്ചാൽ മനസ്സിലാവും? ഇപ്പോഴെങ്ങനെയാണ് അതിനെ ഗ്രഹിക്കേണ്ടത്? അത് ഇപ്പോഴാണോ ഇത് ഗ്രഹിക്കേണ്ടത്? എന്നിങ്ങനെ കാലഘട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. ഒരിക്കൽ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ മൊബൈൽ ഫോൺ മേടിച്ച് ഏകദേശം ഒരു വർഷക്കാലം കഴിഞ്ഞു. ഞാൻ ഇതിനകത്തൂടെ കർത്താവിൻ്റെ സനാതന സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരനെക്കുറിച്ച് ക്ലാസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഉത്ബോധിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം, ഈശോ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ശരിയല്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, ടെലിവിഷൻ മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പലതും ഉപേക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ഉപേക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു രാത്രിയിൽ സംസാരിച്ചും പ്രത്യക്ഷപ്പെട്ടും എനിക്ക് കാണാവുന്ന വിധത്തിൽ എന്നോട് സംസാരിക്കുകയാണ്. ആ സ്വരം ഞാൻ കേട്ടിട്ട് പറഞ്ഞു, നീ മൊബൈൽ ഫോൺ വാങ്ങി അതിനകത്തൂടെ മൊബൈൽ ഫോണിൽ കൂടെ ഇത് യേശുവിൻ്റെ സുവിശേഷം കൊടുക്കണമെന്ന് ചില വ്യക്തിയിൽ കൂടെയും കിട്ടിയ സന്ദേശം അനുസരിച്ച് ഞാനത് വാങ്ങാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇത് സുവിശേഷം കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടേ ഉപയോഗിക്കുള്ളൂ, മറ്റു വാർത്തകളോ ഇതിനകത്തെ സിനിമകളോ ഒന്നും കാണാൻ ഞാൻ ഉപയോഗിക്കില്ല എന്ന് കർത്താവിൻ്റെ മുമ്പിൽ വാക്ക് കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അങ്ങനെ 2 വർഷം മുമ്പ് ഈ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വാർത്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ, ഇതൊന്നും കേൾക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, ഇതൊന്നും കേൾക്കരുതെന്നാണല്ലോ ആ ദൈവമായ കർത്താവേ അങ്ങയുടെ പ്രബോധനം, അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല എന്നുണ്ട്. ഏകദേശം ഈ പാലസ്തീൻ്റെ യുദ്ധം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഏകദേശം 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറയുകയാണ്, നീ മൊബൈൽ ഫോണിലെ ഇസ്രായേലും പാലസ്തീനും നമ്മൾ യുദ്ധത്തെ അതിൻ്റെ വാർത്തകൾ നീ കേൾക്കണം, ആ വാർത്ത നീ കേൾക്കണം എന്നോട് ഉള്ളിൽ നിന്നൊരു പ്രേരണ പോലെ ആദ്യം ഒരു തോന്നൽ. അപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചില്ല, ഞാനിതൊന്നും കാണുകയില്ല, കേൾക്കില്ല. ഞാൻ നേരത്തെ ഈശോയെ അങ്ങോട്ട് വാക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. വീണ്ടും എനിക്ക് പല രീതിയിൽ പലപ്പോഴായിട്ട് സന്ദേശം പോലെ തോന്നുകയാണ്, ഈ യുദ്ധത്തെക്കുറിച്ച് നീ കേൾക്കണമെന്ന് ഈശോ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ ഒരു തോന്നൽ. അത് കൂടിക്കൂടി വന്നു, അത് ശക്തിപ്പെട്ടു വന്നു. അങ്ങനെ ആ കർത്താവ് തന്ന ഉൾപ്രേരണ അനുസരിച്ച് ഇസ്രായേലും പാലസ്തീനും നമ്മൾ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഞാൻ നിരീക്ഷിക്കാനും പഠിക്കാനും കേൾക്കാനും തുടങ്ങി. അപ്പോൾ അങ്ങനെ കേട്ട് ഒരു മാസം മുന്നോട്ട് പോയി. അപ്പോഴാണ് കർത്താവിനോട് പറയാണ്, ലോകാവസാനം യന്ത്രത്തിലൂടെ, ഏതെല്ലാം യന്ത്രങ്ങളിൽ കൂടിയാണ് ലോകം അവസാനിക്കുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഇസ്രായേലും പാലസ്തീനും നമ്മൾ യുദ്ധത്തിൽ നിനക്ക് സാധിക്കും. അതുകൊണ്ട് എന്തെല്ലാം യന്ത്രം ഉപയോഗിച്ചാണ് ഇവരിതിനെ തടയുന്നത്, എന്തെല്ലാം യന്ത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, യുഗാന്ത്യത്തിൽ എന്തെല്ലാം യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നീ പഠിക്കണം, ചിന്തിക്കണം എന്നൊക്കെ എന്നോട് ഉള്ളിൽ നിന്ന് ഈശോ പറയുന്ന പോലെ തോന്നൽ. എന്തായാലും ആ വാർത്തകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വാർത്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പാലസ്തീനിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ സിറിയയിൽ നിന്നൊക്കെ വരുന്ന ഈ മിസൈലുകളെ ഇസ്രായേലിൽ നിന്നുള്ള അയൺ ഡോമിൽ നിന്ന് പോകുന്ന വേറൊരു മിസൈൽ ആകാശത്ത് വെച്ചിങ്ങനെ അടിച്ചു പൊട്ടിക്കുകയാണ്. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, സക്രിയപ്രവാന്റെ പുസ്തകം എടുത്ത് വായിക്കുക. സക്രിയപ്രവാന്റെ പുസ്തകം എടുത്ത് ആദ്യം മുതലിങ്ങനെ വായിച്ച് വന്നപ്പോൾ അവിടെ സക്രിയപ്രവാന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, അവർ കവിണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും എന്നൊരു വചനമുണ്ട്. കവിണക്കല്ല് വിഴുങ്ങുക. അപ്പോൾ എന്നോട് ആ വചനത്തെ വായിച്ചു വന്നപ്പോൾ എൻ്റെ ആത്മാവ് എന്നെ അവിടെ പിടിച്ചു നിർത്തി.
മുന്നോട്ട് വായിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ആ വചനം വീണ്ടും ആവർത്തിച്ച് വായിച്ചു. അപ്പോൾ ഞാൻ കണ്ണുകളടച്ചു. ഈശോയെ, അങ്ങ് എന്താണ് എന്നോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് എന്നോട് ഈ നിമിഷം സംസാരിക്കണമേ. അപ്പോൾ എന്നോട് പറഞ്ഞു, വീണ്ടും അവർ കവിണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്ത വചനം വായിച്ചിട്ട് കണ്ണുകൾ അടച്ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമായ കർത്താവേ, എന്താണിത്? അപ്പോൾ കർത്താവ് എനിക്കൊരു തെറ്റാലി കാണിച്ചു. തെറ്റാലി ഇങ്ങനെ കവിണക്കല്ല് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ് കിട്ടും, ഇങ്ങനെ കവല പോലെ ഇരിക്കും. അതിനകത്തൂടെ ഒരു ലെതറിൻ്റെ ഭാഗമുണ്ടാവും. അവിടെ നിന്നൊരു റബ്ബർ ഇങ്ങനെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ച് അതിനുള്ളിൽ കല്ല് വെച്ചിട്ട് ഇങ്ങനെ തെറ്റാലി എന്ന് പറയും. അതിങ്ങനെ വലിച്ച് ഒരു നിശ്ചിത പോയിന്റിലേക്ക് ഇങ്ങനെ വിട്ടാൽ ആ കല്ല് കൃത്യലക്ഷ്യത്തിൽ കൊണ്ടു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആ കവിണക്കല്ല് ഗോലിയാത്തിനെ വീഴിക്കാൻ വേണ്ടി ദാവീദ് ഈ കവിണക്കല്ല് ഉപയോഗിച്ച് ഈ തെറ്റാലി ഉപയോഗിച്ചാണ് ഗോലിയാത്തിനെ വീഴിച്ചത്. അതേ കവിണക്കല്ല് എന്ന സംഭവത്തിൻ്റെ എല്ലാ അടിസ്ഥാന മൂല്യങ്ങളെയും ഉൾക്കൊള്ളിച്ച് അതിൻ്റെ ആധുനിക ടെക്നോളജിക്കലായിട്ടുണ്ടാക്കിയതാണ് അയൺ ഡോം. അതായത് എതിർദിശയിൽ നിന്നൊരു കല്ല് പോലൊരു സാധനം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ മറുവശത്ത് നിന്ന് മറ്റൊരു കല്ല് പോലെ സാധനം ആ വസ്തുവിനെ അടിച്ച് ആകർഷിച്ച് പൊട്ടിക്കുന്നു. ഇതാണ് അന്നും സംഭവിച്ചത്. ഈ ശത്രുരാഷ്ട്രങ്ങളുടെ കല്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് നെറ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ദാവീദിൻ്റെ അനുചരന്മാരും ദാവീദിൻ്റെ ആൾക്കാരും കല്ലുകൊണ്ട് ആ വരുന്ന കല്ലുകളെ ആകാശത്ത് വെച്ച് ഇങ്ങനെ എഴുതി പൊട്ടിക്കും. അപ്പോൾ ആ കല്ലുകൾ ഇങ്ങോട്ട് വരില്ല. അങ്ങനെ അവർ രക്ഷ നേടും. ആ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയാണ് അയൺ ഡോമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കവിണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ എതിർഭാഗത്ത് വരുന്ന മിസൈലുകളെ ഈ ഭാഗത്ത് വരുന്ന സാധനം അടിച്ചു പൊട്ടിച്ച് അതിന് വിഴുങ്ങിക്കളയും. ഇങ്ങനെയാണ് ഇവർ ഇതൊക്കെ നിർമ്മിക്കുന്നത് എന്ന് ഇസ്രായേൽക്കാർക്ക് ഞാൻ കൊടുത്ത ഈ വചനത്തിൽ നിന്നാണ് ഇവർ നിർമ്മിക്കുന്നതെന്നും അതിൻ്റെ അടിസ്ഥാന സത്യങ്ങളെല്ലാം അവർക്ക് ദൈവമായ കർത്താവ് ഞാൻ തന്നെ അവർക്ക് ഹീബ്രു മൂലത്തിൽ വചനരൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ടെന്നും കർത്താവ് എന്നോട് പറഞ്ഞു. അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് നടത്തി പഠിക്കുന്നത് പോലെ എൻ്റെ വചനം വായിച്ചു പോകുമ്പോൾ ഞാൻ എവിടെ എൻ്റെ കണ്ണുകൾ ഉടക്കുന്നു അവിടെ കണ്ണുകൾ ഞാൻ അടക്കുകയും അത് കർത്താവ് എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അതിൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരും. അപ്പോൾ ഇത് വ്യാഖ്യാനപരത്തിൽ നിന്നല്ല കിട്ടും. ഒരു വചനത്തിന് തത്തുല്യമായ അർത്ഥം പറയുന്നതിനാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത യന്ത്ര സംവിധാനങ്ങളെക്കുറിച്ച് വചന രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അതിന് ദൈവം തരുന്ന ഒരു അത്ഭുതമാണ് ദർശനങ്ങൾ, ദർശനവരങ്ങൾ എന്ന് പറയുന്നത്. വ്യാഖ്യാനത്തെക്കാളേറെ ദർശനവരങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സ്വർഗം സമചതുരമായിരിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ ഭൂലോകത്തിൽ ഒരിടത്തും എഴുതി വച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും എഴുതി വച്ചിട്ടില്ല. ഈ ലോകത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന 800 കോടി മനുഷ്യരോടും ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കുകയില്ല. അതിന് ഉത്തരം അതിനകത്തില്ല. അത് ദർശനവരമുള്ള വ്യക്തികൾക്ക് സ്വർഗത്തിൽ നിന്ന് അതിൻ്റെ റിപ്ലൈ അപ്പോൾ കൊടുക്കും. അപ്പോൾ തന്നെ അതിൻ്റെ ഹൃദയത്തിൽ നമുക്ക് കിട്ടും. ആ സമയത്തേ കിട്ടുകയുള്ളൂ. അതല്ല വ്യാഖ്യാന തലത്തിലോ വചനത്തിലോ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം ഒരിടത്തും എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് സ്വർഗം സമയതരമായിരിക്കുന്നു? എന്തുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളെല്ലാം ഗോളമായിട്ടിരിക്കുന്നു? അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ആശയമുണ്ട്. അതിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് അർത്ഥമാക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദാർശനിക മനോഭാവം ഉണ്ടായിരിക്കണം. ദർശനവരത്തെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ദർശനവരം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജ്ഞാനം അതിൻ്റെ 1ഉം 2ഉം ഘട്ടം പിന്നിട്ട് വ്യാഖ്യാനതലവും കടന്ന് ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് എൻ്റെ ആത്മാവ് അടുത്തടുത്ത് വരുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ കണ്ടുമുട്ടി ദൈവത്തിൻ്റെ ആത്മാവും ഞാനും എൻ്റെ ആത്മാവും തമ്മിൽ സ്നേഹത്തിലായി, ഐക്യത്തിലായി, വിശുദ്ധിയിലാവുക, പരിശുദ്ധിയിലാവുക. ദൈവം എന്ന സത്തയെ നമ്മൾ യേശുവിൽ കൂടെ കാണുമ്പോൾ, യേശുവെ ഞാനിത് അങ്ങേക്ക് വേണ്ടി നിലനിൽക്കുന്നു, ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേയറ്റം ആരാധിക്കുന്നു, അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുന്നു, ഒത്തിരിയേറെ ബഹുമാനവും സ്നേഹവും ഞാൻ അങ്ങേക്ക് തരുന്നു. എൻ്റെ ജീവനോ എൻ്റെ ശരീരത്തിനോ എൻ്റെ ആത്മാവിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം യേശു ക്രിസ്തുവെ അങ്ങയുടെ നാമത്തിൽ ഞാൻ തരുന്നു. അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അങ്ങയെ പ്രഘോഷിക്കുവാനും ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഈ വ്യക്തി ഒരുക്കപ്പെട്ട വ്യക്തിയാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് മനസ്സിലാവുകയും
അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് തീരുമാനിക്കുകയാണ്, ഇദ്ദേഹം ധീരനാണ്, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇദ്ദേഹം പറയും, നഷ്ടധൈര്യനാവുകയില്ല, ധീരതയുണ്ട്, ജ്ഞാനത്തിൻ്റെ തലമുണ്ട്, അറിവിൻ്റെ തലം ആവശ്യാനുസരണമുണ്ട്. അറിവിൻ്റെ തലത്തിൽ നിന്നും ആ വ്യക്തിയുടെ ആത്മാവ് മാറി, ശരീരവും മനസ്സും മാറി ജ്ഞാനത്തിൻ്റെ തലത്തിരിക്കുന്നു. ജ്ഞാനവും കടന്ന് ഞാൻ കൊടുക്കുന്ന അതീന്ദ്രിയ ജ്ഞാനതലത്തെ ഗ്രഹിച്ച് അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ക്രമീകരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് ശക്തനും ധീരനുമായിരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന് ബോധ്യം വരുമ്പോൾ, ബോധ്യം ദൈവത്തിൻ്റെ ആത്മാവിന് വരുമ്പോൾ നമുക്ക് തരുന്നൊരു ഗിഫ്റ്റാണ്, സന്തോഷമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന പ്രസൻറ്റേഷനാണ്, ദൈവം നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റാണ്, ദൈവം നമുക്ക് തരുന്ന യോഗ്യതാ പത്രമാണ് ഈ ദർശനവരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ആര് തപ്പിയാലും, എത്ര വലിയ തിയോളജിസ്റ്റോ മത്രാമാരോ മാർപ്പാപ്പയോ സൈക്കോളജിസ്റ്റോ ലോകം കണ്ട ശാസ്ത്രീയന്മാരോ ഒന്നും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത വിധം ദൈവത്തിൻ്റെ ആത്മാവ് മാത്രം തരുന്ന ചില മറുപടികളെ നമുക്ക് മാത്രം മനസ്സിലാക്കി തരുന്നതാണ് ദർശനവരങ്ങൾ, വ്യാഖ്യാനവരങ്ങൾ. വ്യാഖ്യാനവരത്തിനപ്പോൾ ദർശനവരം. ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ മാത്രം സംസാരിക്കും. അങ്ങനെ ഒരു ഉത്തരം അതിന് കിട്ടിയുള്ളൂ, മറ്റൊരു വിധത്തിലും ഉത്തരം പലയിടത്തും കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം ജ്ഞാനത്തിൻ്റെ വരവും കടന്ന് ദർശനവരത്തിലേക്ക് വരുവാൻ മാത്രം യോഗ്യത നേടണം. ആ യോഗ്യതയാണ് ഈ ലോകത്തോടുള്ള വെറുപ്പ്, ഈ ലോകത്തോടുള്ള താല്പര്യക്കുറവ്, ഈ ലോകത്തോടുള്ള സൗന്ദര്യങ്ങളോടും ആഡംബരങ്ങളോടും ഇഷ്ടങ്ങളോടും ഉള്ള വെറുപ്പ് അഥവാ മാറ്റിവെക്കൽ, അതിൽ നിന്നും ഓടിയകലാനുള്ള പ്രവണത, അതിൽ നിന്നും വലിഞ്ഞു മാറാനുള്ളൊരു ഉൾപ്രേരണ. അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടാലും മാറി നിൽക്കാനുള്ളൊരു പ്രേരണ. ചിലപ്പോൾ നമ്മളെ ദർശനവരത്തിലേക്ക് വരുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തും, ദേവാലയങ്ങളിൽ നമ്മളെ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും. സ്വന്തം കുടുംബമോ സ്വന്തം സഹോദരനോ സ്വന്തം ഇടവയിലെ ജനമോ സ്വന്തം ഇടവയിലെ വൈദികരോ നമ്മളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കുകയോ ചെയ്യുന്ന അവസ്ഥ വരും. പക്ഷേ നമ്മൾ ഈ പ്രവാചകവരം, ദർശനവരം പൊതുവെ പ്രവാചകവരത്തിലാണുള്ളത്. പ്രവാചകവരവും ദർശനവരവും തുല്യമാണ്. ദർശനവരത്തിലേക്ക് ജ്ഞാനം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് പ്രവേശിക്കാം. ഒരു മനുഷ്യൻ്റെ 5 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയാം. ആ പഞ്ചേന്ദ്രിയങ്ങൾ പൂർണ്ണമായും ഈ ലോകത്തിലെ വസ്തുക്കളോടോ ആശയങ്ങളോടോ സമ്പത്തിനോടോ സൗന്ദര്യത്തോടോ പശ്ചാത്തലത്തോടോ നിറങ്ങളോടോ രുചികളോടോ ആഡംബരങ്ങളോടോ എല്ലാം ഒരു വെറുപ്പ്, അതിൽ നിന്നൊരു അകൽച്ച, അതിൽ നിന്നൊരു വിട്ടുമാറൽ, എല്ലാം എൻ്റെ യേശുവിന്, എൻ്റെ ദൈവമായ യേശുവിന് വേണ്ടി എന്നൊരു ചിന്ത, അത് വല്ലാതെ നമ്മളെ അലട്ടി തുടങ്ങുമ്പോൾ, അത് വല്ലാതെ നമ്മളെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കർത്താവ് ചിന്തിക്കും, ഈ വ്യക്തി എൻ്റെ രഹസ്യങ്ങൾ കൊടുക്കാൻ യോഗ്യതയാണ്, അവൻ്റെ ധീരതയുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ചും നമ്മുടെ സഭാതലത്തിലൊക്കെ നോക്കിയാൽ നമ്മുടെ ക്ലാസ്സുകൾ ആരും അംഗീകരിക്കുന്നതാണ്. ഒരു വൈദികനോ മെത്രാനോ ജസ്റ്റ് അവരാ കേൾക്കും, പക്ഷേ അത് പ്രഘോഷിക്കാൻ നമുക്ക് അനുവാദം തരുന്നില്ല. അപ്പോൾ നമ്മളവിടെ ഒറ്റപ്പെടുത്തുകയാണ്. കുടുംബങ്ങളോ സമൂഹമോ പലരും നമ്മളെ കളിയാക്കും, കൊച്ചാക്കും. നിനക്ക് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ ആ തച്ചൻ്റെ മകനല്ലേ, നിനക്ക് എവിടെ നീ അറിവിഞ്ഞാണോ എന്ന് ചോദിക്കുന്നത് പോലെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അച്ഛന്മാർ, തിയോളജി പഠിച്ച അച്ഛന്മാരുണ്ട്, മെത്രാന്മാരുണ്ട്, വചനപ്രഘോഷണ മേഖല നിൽക്കുന്ന ധ്യാനഗുരുക്കന്മാരുണ്ട്. അവരെക്കാൾ അപ്പുറത്തേക്ക് നീ എന്താണ് നിനക്ക് പറയാനുള്ളത്? അല്ലെ അവരെക്കാൾ അപ്പുറത്തേക്ക് പഠിക്കാൻ നിനക്ക് എന്ത് അറിവാണുള്ളത്, എന്ത് യോഗ്യത, എന്ത് സർട്ടിഫിക്കറ്റാണുള്ളത്, എന്ത് വിദ്യാഭ്യാസമാണ് നിനക്കുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച കുറേയേറെ ആളുകളുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ധീരതയോടെ, വിശുദ്ധിയോടെ, പരിശുദ്ധിയോടെ, ജ്ഞാനത്തോടെ, വിവേകത്തോടെ, വലിയ സത്യസന്ധമായ നീതിബോധത്തോടെ, ധീരതയോടെ നിൽക്കുവാൻ കെൽപ്പും കഴിവും ഉണ്ടോ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിട്ടേ ചോടുന്നതിലല്ല, മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും തരം താഴ്ത്തിയാലും, അല്ലേ, നമ്മളിങ്ങനെ ചിന്തിക്കാം, സഭയിൽ നിന്ന് പുറത്താക്കിയാലും എല്ലാവരുടെയും പേടി, കത്തോലിക്ക സഭയിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ സഭയുടെ ചില ആശയങ്ങളോടും കാഴ്ചപ്പാടും മോശമാണെങ്കിൽ പോലും ഞാനോട് ചേർന്ന് നിൽക്കും എന്നാണ് ചിന്തിക്കുക. എന്നാൽ പ്രവാചകപരമുള്ള ദാർശനിക മനോഭാവമുള്ള ദർശനപരമുള്ള വ്യക്തികൾ സഭയെ അതിൻ്റെ അംഗീകാരത്തോടെ അംഗീകരിക്കുമെന്നല്ലാതെ
അതിനകത്തെ തത്വങ്ങളെയോ തത്വസംഹിതകളെയോ അംഗീകരിച്ചില്ലെങ്കിലും വെറുത്തുപേക്ഷിച്ചാലും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കും. സഭാപ്രബോധനങ്ങളെക്കാൾ മഹത്വവും ജ്ഞാനവും കരുണാർദ്രവും ദാർശനികതയുള്ളതും ദർശനവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും വിശുദ്ധവും പരിശുദ്ധവുമായ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയുടെ പദ്ധതികൾ നമുക്ക് ഗുണകരമല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ സഭയുമായിട്ടോ അല്ലെങ്കിൽ ഇടവകയുമായിട്ടോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുമായിട്ടോ നമുക്ക് ഒരു ഒരുമിച്ച് പോക്ക് സാധ്യമല്ലാതെ വരും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകമൊക്കെ ബാറൂക്ക് ജെറമ്യാ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ബാറൂക്ക് പ്രവാചകനെ ജെറമ്യാ പ്രവാചകനെ ദേവാലയത്തിൽ കയറരുതെന്ന് പറഞ്ഞ് വിലക്കുന്നുണ്ട്. അപ്പോൾ ബാറൂക്ക് പ്രവാചകൻ്റെ കയ്യിൽ ജെറമ്യ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. ദേവാലയത്തിൽ കൊണ്ടു കൊടുക്കുക, നീ പുരോഹിതനെ കാണിച്ചു കൊടുക്കുക, ഇത് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ജെറമ്യയോട് പറയണം, നീ ദേവാലയത്തിൽ കയറിപ്പോരുത്, നീ ഇങ്ങോട്ട് കണ്ടുപോകരുത്, നിന്നെ കണ്ടുപോയാൽ നിന്നെ ദേവാലയത്തിൽ പുറത്താകും, മേലാൽ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നുണ്ട്. എന്നിട്ടും ദൈവത്തിൽ നിന്ന് കിട്ടിയ ദർശനങ്ങളും ജ്ഞാനവും ഇങ്ങനെ കർത്താവിന് കിട്ടിയ സന്ദേശങ്ങളും ബാറൂക്കിൻ്റെ കയ്യിൽ എഴുതി പുരോഹിതനെ കൊടുക്കാനും പറഞ്ഞ് കൊടുത്തു വിടുന്നുണ്ട്. അവനവിടെ കൊടുക്കുന്നുണ്ട്, അവർ വായിച്ചു നോക്കുന്നുമുണ്ട്. എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് കൊടുത്ത വചനങ്ങൾ മുഴുവനും തീക്കത്തേക്കിട്ട് കത്തിച്ച് കളയുന്നുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, മോശയ്ക്ക് പിതാവായ ദൈവം കൊടുത്ത കൽപ്പന ആ അശുദ്ധിയും മ്ലേച്ഛത കണ്ടപ്പോൾ അത് വലിച്ചെറിഞ്ഞിട്ട് അത് ഉടച്ച് ദൂരെ കളഞ്ഞിട്ട് അവൻ സമൂഹത്തിലേക്ക് കയറി ചെല്ലുന്നത് എന്നതുപോലെ വീണ്ടും കർത്താവ് ആ കൽപ്പനകൾ വീണ്ടും ഉണ്ടാക്കി കൊടുത്ത് വീണ്ടും കൽപ്പന എഴുതുന്നുണ്ട്. എന്നതുപോലെ നമ്മൾ ദർശനവരം നമുക്ക് ആഗ്രഹിച്ചാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ഒറ്റപ്പെടുക എന്നുള്ളതാണ്. മറ്റുള്ള വ്യക്തിത്വത്തിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായൊരു വ്യക്തിത്വം നമുക്ക് ലഭിക്കും. ഒന്ന്, ധീരമായി സംസാരിക്കും, സത്യസന്ധമായി പെരുമാറും, അശുദ്ധിയോ മ്ലേച്ഛതയോ കണ്ടാൽ അതിനെ എതിർക്കും, നിഷ്കരണം നമ്മൾ സംസാരിക്കും, നമ്മുടെ വാക്കുകൾക്ക് മൂർച്ച കൂടുതലായിരിക്കും, ധീരവും തൻ്റെയുമായി സംസാരിക്കും. അത് അച്ഛനെന്നോ മെത്രാനെന്നോ മാർപ്പാപ്പയെന്നോ വചനപോഷരെന്നോ ആരും എന്നൊരു ഭാവവ്യത്യാസം നമ്മുടെ മുഖത്തുണ്ടാവുകയില്ല. കാര്യങ്ങൾ സംസാരിക്കണമെന്നാൽ നേർക്കുന്നതിനെ സംസാരിക്കും. ധീരതയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. ധീരത തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തരുന്നത് നീതിയും സത്യവുമാണ്. ആ നീതിയെയും സത്യത്തെയും പ്രഘോഷിക്കാൻ ദർശനപരമോ പ്രവാചകപരമോ സ്വർഗജ്ഞാനമോ ഉള്ള ഏതൊരു വ്യക്തിയും ധീരതയോടെ പറയും. അവരെ ചിലപ്പോൾ സഭാ സിസ്റ്റം അനുസരിച്ച് സഭയിൽ നിന്ന് പുറത്താക്കാം, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം നോക്കി ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്നവരാണ്. ഒറ്റപ്പെടാം, പ്രശ്നങ്ങളുണ്ടാവാം, നമുക്ക് ഗുരുതരമായ ഭവിഷ്യത്തുകൾ സംഭവിച്ചേക്കാം, മറ്റുള്ള കളിയാക്കലും കൊച്ചാക്കലും വന്നേക്കാം. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം നിലനിർത്തുമ്പോൾ സമൂഹവും മനുഷ്യരുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിട്ട് തോന്നും. തന്നെയുമല്ല, ദൈവത്തോട് സമരസപ്പെട്ടാൽ സാമൂഹിക ബന്ധങ്ങൾ അഥവാ മറ്റ് സമൂഹത്തിലെ ബന്ധങ്ങളെ നാം നിസ്സാരമായിട്ട് കാണും. എന്നാൽ രോഗികളെയോ പാവപ്പെട്ടവരെയോ വിധവകളെയോ അനാഥരെയോ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരെയോ കുടുംബ കലഹമുള്ളവരെയോ മദ്യപാനികളെയോ ഒക്കെ കണ്ടാൽ നമ്മുടെ ഹൃദയം വല്ലാതെ വിങ്ങിപ്പൊട്ടുകയും അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്ത നമ്മളെ വല്ലാതെ അലട്ടുകയും ചെയ്യും. അതാണ് നീതിയുടെയും കരുണയുടെയും ഭാഗമാണ്. അത് പ്രത്യേകിച്ചും ദാർശനിക മനോഭാവമുള്ള അല്ലെങ്കിൽ ദർശനപരമുള്ള സ്വർഗജ്ഞാനമുള്ള വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന ലക്ഷണങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്തോ അത് ചിലപ്പോൾ എടുത്തു കൊടുത്തു തരും. കയ്യിലുള്ളതിൻ്റെ ഒരു നല്ല ശതമാനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കും. മറ്റുള്ളവരുടെ നേരെ കരുണയും സ്നേഹവും നമ്മൾ ഉറച്ചിക്കും. ഇതൊക്കെ ദർശനപരത്തിലേക്ക് ഉള്ള ചുവടുവയ്പ്പുകളാണ്. ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ദർശനപരം എന്ന സംഭവം തന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏത് വസ്തുക്കളെക്കുറിച്ചും ഏത് ആശയത്തെക്കുറിച്ചും ഏത് ജ്ഞാനത്തെക്കുറിച്ചും നമുക്ക് വളരെയേറെ രഹസ്യമായോ പരസ്യമായോ അല്ലെങ്കിൽ ലേഖനപരമായോ അല്ലെങ്കിൽ പ്രസംഗ രൂപത്തിലോ പറയാനുള്ള കഴിവ് ലഭിക്കും എന്നുള്ളതാണ്. ഏത് വസ്തുതയെക്കുറിച്ചും ദർശനപരവും വ്യാഖ്യാനപരവും ആ ദർശനപരവും ആ സ്വർഗജ്ഞാനമുള്ള വ്യക്തികൾക്ക് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ടാണ് ദാനിയേൽ പുസ്തകം 12-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, ദാനിയേലേ
അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. അവിടെ കർത്താവാണ് അറിവ് എന്ന് പറഞ്ഞാൽ ദാനിയേൽ പുസ്തകം 12-ാം അധ്യായത്തിന് താഴെ അറിവ് വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ അകൃത്യം വർദ്ധിക്കും, എന്നാൽ തിന്മ വർദ്ധിക്കുന്നൂടെ അതിനർത്ഥമുണ്ടെന്ന് കർത്താവ്. അപ്പോൾ ഇവിടെ ഏറ്റവും സംഭവിക്കുന്നത് തിന്മയാണ്. അറിവ് വർദ്ധിച്ചാൽ തിന്മ വർദ്ധിക്കും. അപ്പോൾ ഈ കർത്താവ് പറയാണ്, ദാനിയേലെ അവസാന ദിവസം വരെ വചന രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അപ്പോൾ കർത്താവ് ദാനിയേലോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞു തന്ന വചനങ്ങൾ നിന്നെപ്പോലെ ദാർശനിക വരമുള്ള വ്യക്തികൾ ഈ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ അവന് മാത്രമേ ഇത് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇത് മുദ്ര വെച്ചതാണ്. ആ മുദ്രയെ പൊട്ടിച്ച് തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറണം. അങ്ങനെ ഉള്ളിൽ കയറി അതിനകത്ത് ദൈവം അർത്ഥമാക്കുന്ന പ്രപഞ്ചത്തിലെ തലം, സഭയിലെ തലം, ആത്മീയ തലം, സ്വർഗത്തിൻ്റെ തലം, അതായത് ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും അറിവും, ഇങ്ങനെ 3 തലവും ഒരേ സമയം സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ദൈവ അനുഗ്രഹമാണ്, ദൈവ മഹത്വമാണ് എന്ത്? ദർശനവരം അഥവാ സ്വർഗജ്ഞാനം. അത് സഭാപ്രബോധനത്തിൽ നിന്നും ഒരുപാട് അകലെയാണ്. നമുക്കറിയാം കത്തോലിക്ക സഭയുടെ CC ഈ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പുസ്തകം CCC കാത്തലിക് ചർച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഒരു പ്രബോധനവുമില്ല. സഭാ പ്രബോധനം എന്ന് പറയുന്നത് സഭയുടെ ചില കൂട്ടായ്മകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുള്ളൂ. എന്നാൽ അവിടെ തീർന്നു. അത് നമുക്ക് ഇന്ന് പ്രയോജനകരമല്ല. കാരണം നാം ഇന്ന് ജീവിക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള റോബോട്ട് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ സഭാപ്രബോധനങ്ങൾ 100% അനുസരിച്ച് ജീവിച്ചാലും ഈ വരും വരായികളെക്കുറിച്ചുള്ള ബോധ്യവും പ്രബോധനം നമുക്ക് കിട്ടിയില്ല. ഉദാഹരണം പറഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. എന്താണ് മൊബൈൽ ഫോണെന്ന് വിശദഗ്രന്ഥത്തിൽ വചനരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വചനരൂപത്തിൽ എഴുതിക്കുന്ന വചനം നമുക്ക് മനസ്സിലായാലേ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് ബോധ്യമാവുള്ളൂ. അത് നമുക്ക് വിശദഗ്രന്ഥത്തിലുണ്ട്, പക്ഷേ സഭാ പ്രബോധനത്തിലില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദർശനവരത്തിലൂടെയോ സ്വർഗജ്ഞാനത്തിലൂടെയോ പ്രവാചകവരത്തിലൂടെയോ ഉള്ളവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർശനവരം എന്ന് പറയുന്നത് ചെറിയ വരമല്ല. അതിനകത്ത് ഒരുപക്ഷെ മരണം വരെ നമ്മുടെ മുമ്പിലേക്ക് വന്നേക്കാം. ദർശനവരത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ അധികാരികൾ നമ്മളോട് പിണക്കമുള്ളവരായിട്ട് മാറും. ഒരുപക്ഷെ അധികാരികൾ സഭാപ്രബോധനമുള്ളവരോ സഭാതലത്തിലുള്ളവരോ അല്ലെങ്കിൽ സാമൂഹ്യ തലത്തിലുള്ളവരോ ഒക്കെ നമ്മളെ വധിക്കുവാനോ ഉപദ്രവിക്കാനോ ഒക്കെ തയ്യാറായിട്ട് വന്നേക്കാം. ഇവിടെ ഒരു രക്തസാക്ഷ്യത്തെ വരെ നമ്മൾ മുന്നേ കാണേണ്ടതായിട്ട് വരും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ധീരമായിട്ട് സഭയെപ്പോലും നമുക്ക് നിസ്സാരമായിട്ട് കാണേണ്ടി വരും. കാരണം സഭയ്ക്കപ്പുറത്തേക്കാണ് ദൈവവചനത്തിൻ്റെ മഹത്വവും ദൈവവചനത്തിൻ്റെ പ്രബോധനവും ദൈവവചനത്തിൻ്റെ ദാർശനികതയും എല്ലാം. അപ്പോൾ അതിനപ്പുറത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രവാചകന്മാർ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ട് ഇതിനകത്ത് യേശയ്യാപ്രവചനം പറയുന്നുണ്ട്, പുരോഹിതന്മാർക്കും അന്ന് ജീവിച്ചിരുന്ന മറ്റു പല പ്രവാചകന്മാർക്കും താക്കീത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യസന്ധമായ യഥാർത്ഥ പ്രവാചകന്മാർ മുന്നറിയിപ്പ് കൊടുക്കുന്നു. പുരോഹിതന്മാരെ നിങ്ങൾക്ക് താക്കീത്, അന്ന് ജീവിച്ച പ്രവാചകന്മാരെ നിങ്ങൾക്ക് താക്കീത്, എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യും കള്ളപ്രബോധനം ചെയ്യുന്ന പ്രവാചകന്മാരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് യേശയ്യാപ്രവചനം പറയുന്നുണ്ട്. അപ്പോൾ സഭയ്ക്ക് അതീതമാണ്, സഭയ്ക്കൊക്കെ വളരെയേറെ ഉയരത്തിലും അതീതമാണ് പ്രവാചകവരം അഥവാ സ്വർഗജ്ഞാനവരം. കാരണം ആ പ്രബോധനത്തെ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ സഭയ്ക്ക് ഉൾക്കൊള്ളാനാവുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നീതിയുക്തമായി പലതും പറയും, പക്ഷേ അത് എല്ലാവരും തള്ളിക്കളയും. പക്ഷേ എന്തു സംഭവിക്കും? ഇവർ പറയുന്ന കാര്യങ്ങൾ യഥാകാലം സംഭവിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പ്രവാചകവരം അഥവാ പ്രബോധനവരമല്ല, സ്വർഗജ്ഞാനവരം ദർശനവരം എല്ലാവർക്കും ദൈവം കൊടുക്കുകയില്ല. വളരെ ചുരുക്കമായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇനി എങ്ങനെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് ദർശനവരം അല്ലെങ്കിൽ അതിൻ്റെ ആ വരം ഏത് മനുഷ്യനാണ് കൊടുക്കുന്നുള്ളത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിനകത്ത് ഏത് രീതിയിലുള്ള ശാരീരിക യോഗ്യതയുള്ളവർക്കാണ് കർത്താവ് ഈ ദർശനവരം കൊടുക്കുന്നതാണ്. അത് ദാനിയേൽ പുസ്തകത്തിൽ തന്നെയുണ്ട്. ആ വചനത്തിൻ്റെ അർത്ഥം കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഏത് തരം ശാരീരിക യോഗ്യതയാണ് എന്ന്
കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിവിൻ്റെ തലത്തിൽ നിന്നും നാം ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് മാറണം. ജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്ന് നാം ദർശനവര തലത്തിലേക്ക് മാറണം. അങ്ങനെ മാറണമെങ്കിൽ യോഗ്യത എന്ന് പറയുന്നത്, ഏറ്റവും പരമപ്രധാനമായ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് ഇത് മുഴുവൻ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുകയോ അല്ലെങ്കിൽ ദൈവവചനത്തെ പൂർണ്ണമായി നാം സ്വാംശീകരിച്ച് അതിന് തത്തുല്യമായ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശരീരഘടനയെ നാം രൂപപ്പെടുത്തിയെടുക്കുകയോ ചെയ്യണം. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ വെള്ളവസ്ത്രം മാത്രം ധരിക്കുക. അപ്പോൾ നമ്മുടെ വിവേകം കൂടും, വിശുദ്ധി വർദ്ധിക്കും, പരിശുദ്ധാത്മാ അഗ്നി നമ്മൾ ജ്വലിക്കും, നാം തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കും, നാം പറയാൻ പല കാര്യങ്ങളും വെമ്പും, നമ്മുടെ ഹൃദയത്തിൽ പലതും ശേഖരിച്ചു വെക്കും. അത് രാത്രിയിലോ പകലോ കർത്താവ് നമുക്ക് സന്ദേശമായി തരും. അത് മറ്റുള്ളവരോട് പറയാൻ നമ്മുടെ ആത്മാവ് വെമ്പും. അങ്ങനെ ഒരിടത്തും ഒരു യോഗ്യതയും ഇല്ല എന്ന് തോന്നുമ്പോൾ, ആരും അംഗീകരിക്കുന്നില്ല കാണുമ്പോൾ, അല്ലെങ്കിൽ പറയാനുള്ള വേദികളില്ല എന്ന് തോന്നുമ്പോൾ അവർ ലേഖന രൂപത്തിൽ എഴുതുകയോ പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യുകയോ അതല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി ഇതുപോലെ ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ കിട്ടുന്ന അവസരത്തിൽ ഓരോ വ്യക്തിയോടെങ്കിലും പറയുകയോ ചെയ്തുകൊണ്ട് ലോകത്തെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു പരമസത്യമാണ്. രണ്ടാമത്, ഈ പലപ്പോഴും പലയിടത്തും നമുക്ക് ഒറ്റപ്പെടലുകൾ, മറ്റുള്ള കുറ്റപ്പെടുത്തലുകൾ, മറ്റുള്ള തരം താഴ്ത്തലുകൾ, മറ്റുള്ളവർ നമ്മളെ നിസ്സാരമായി കാണുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് ആർക്കും നമ്മളോട് താല്പര്യമില്ലാത്ത അവസ്ഥ, നമ്മളെ വേണ്ടാത്ത അവസ്ഥകൾ, ഉപേക്ഷിച്ച അവസ്ഥ, നമ്മുടെ മുഖത്തൊക്കെ ചിരിക്കുകയോ മിണ്ടുകയോ ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ, നമ്മളെ ഏതാണ്ട് വെറുത്ത അവസ്ഥ. പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷം കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമനിമിത്തം സർവ്വലാലും നിങ്ങൾ ദ്വേഷിക്കപ്പെടും എന്നൊരു വചനമുണ്ട്. ആ വചനം പോലെ കർത്താവിനോട് നമ്മൾ ഒട്ടിച്ചേരുമ്പോൾ, യേശുവിനോട് നമ്മൾ ഐക്യപ്പെടുമ്പോൾ, യേശുവിൻ്റെ ആ സ്വഭാവ ശൈലി നമ്മൾ അനുവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരാൽ നമ്മൾ കൊച്ചാക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ തലത്തിൽ ജീവിക്കുന്നത് പോലും വളരെ റിസ്ക്കുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. കാരണം ആധുനികത എന്ന് പറയുന്നത് ജഡമോഹമാണ്, ജഡത്തോട് ചേർന്ന് വരുന്നതാണ്. അപ്പോൾ അതിനെ ഉപേക്ഷിച്ചിട്ട് ജഡത്തെ അതിൽ ഊരി മാറ്റി വിശുദ്ധിയോട് ചേർക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തെ അതുപോലെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. വലിയ ആത്മീയ നിയന്ത്രണങ്ങൾ, വലിയ പ്രമാണങ്ങളുടെ പാലിക്കലുകൾ, വിശുദ്ധിയെയും പരിശുദ്ധിയെയും നിലനിർത്താൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഒക്കെ നമുക്ക് ആവശ്യമായി വരും. അങ്ങനെയുള്ളവർക്കാണ് കർത്താവ് എന്തു നൽകുക? ദർശനവരം നൽകുക, അല്ലെങ്കിൽ ദർശനവരത്തിലുള്ള പ്രവാചക വരം നൽകുക. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ എളിദാസനോട് കർത്താവ് സംസാരിക്കും, ഈ കാലഘട്ടങ്ങളിൽ ഇന്നപോലെ സംഭവിക്കും, വരാനിരിക്കുന്ന കാലഘട്ടങ്ങൾ ഇങ്ങനെയുള്ളതാണ്, ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ പശ്ചാത്തലമാണ് എന്നൊക്കെ എളിദാസനെ കൂടെ ആയിരിക്കാം ചിലപ്പോൾ കർത്താവ് സംസാരിക്കുക. അല്ലെങ്കിൽ ഫൗസ്റ്റീനയുടെ പുസ്തകത്തിൽ ഫൗസ്റ്റീനയോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സ്റ്റെഫാനോ ഗോപി എന്ന് പറയുന്ന പ്രവാചകപരമുള്ള വ്യക്തികൾ, അങ്ങനെയുള്ളൊരു സംസാരിക്കുന്നുണ്ട് കർത്താവ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ അണക്കര അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. പ്രവാചകത്തിൽ കർത്താവ് അണക്കര അച്ഛനോട് സംസാരിക്കും. അച്ഛൻ പോലെ നമ്മളുണ്ട്, ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ 20 വർഷം പൂർത്തിയാക്കുകയില്ല, ഇപ്പോൾ പണിയുന്ന വീടുകളിൽ നിങ്ങൾ 20 വർഷം താമസിക്കുകയില്ല, അവർക്ക് കുറേയേറെ കാര്യങ്ങൾ അച്ഛനെ പറയുന്നുണ്ട്. അവന് നമുക്കറിയാം മഞ്ഞാങ്കലച്ഛൻ, അതുപോലെ ഒരു ജോൺ മാത്യു അച്ഛൻ, സന്തോഷ് കരുമാത്ര, അങ്ങനെ കുറേയേറെ ആളുകളില്ല, വളരെ വിരളിൽ എണ്ണാവുന്ന ആളുകളെ ദൈവം പ്രവാചക വരത്തിൽ എടുത്തുയർത്തും. എന്നിട്ട് അവരിൽ കൂടെ ദൈവം ആ സമൂഹത്തോട് അല്ല സഭയോട് സംസാരിക്കും. അതിൽ ചില വ്യക്തികൾ എന്നെപ്പോലെയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉള്ളവരായിരിക്കും. അവർക്ക് ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വിധം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ തികവും നിറവും നൽകി കർത്താവ് എടുത്തു ഉപയോഗിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഒരു വചന വ്യാഖ്യാതാവായി വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണമെങ്കിൽ നമ്മൾ ജ്ഞാനിയായിട്ട് മാറണം. ജ്ഞാനം മുഴുവനും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം മുഴുവനും യേശുവിൻ്റെ വചനമാണ്. അവിടുന്ന് അടുത്ത തലത്തിലേക്ക് മാറണമെങ്കിൽ വീണ്ടും ജ്ഞാനത്തിൻ്റെ പൂർണ്ണത കൊണ്ട് നിറഞ്ഞ ഒരു പ്രത്യേക ശാരീരിക യോഗ്യത തലമുള്ള വ്യക്തിയായിട്ട് മാറുമ്പോൾ മാത്രമേ നമുക്ക് ദർശനവരങ്ങൾ സ്വർഗ്ഗജ്ഞാനം തരികയുള്ളൂ. അങ്ങനെ ഘട്ടം ഘട്ടമായി നമുക്ക് കർത്താവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാം. ഇനി എങ്ങനെയുള്ള വ്യക്തികളോടാണ് കർത്താവ് ദർശനം തരുന്നതെന്ന് നാളെ നിങ്ങൾക്ക് ദാനിയേൽ പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ നിഗൂഢ രഹസ്യം കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് തരുന്നതാണ്. അതുവരെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അറിവിൻ്റെ തലത്തിൽ ജ്ഞാനത്തിൻ്റെ തലത്തേക്ക് മാറാനും ജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്ന് ദർശനവരത്തിലേക്ക് മാറാനും
സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി എൻ്റെ മനസ്സും ശരീരവും ആത്മാവും യേശു ക്രിസ്തുവിന് വേണ്ടി തീരെഴുതി കൊടുക്കുക. ഈ ലോകത്തിലെ കർത്താവ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അനുഭവിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന സുഖസൗകര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കുടുംബജീവിതമാകാം, അല്ലെങ്കിൽ ചെറിയൊരു വാഹനമാകാം, അല്ലെങ്കിൽ ചെറിയൊരു വീട് സംവിധാനമാകാം, അല്ലെങ്കിൽ ചെറിയ ശുശ്രൂഷകളാവാം. ഇതൊക്കെ കർത്താവ് നമുക്ക് അനുവദിക്കുന്ന അനുവദനീയമായ സുഖവും സുഖസൗകര്യമാണ്. എന്നാൽ അനുവദിക്കാത്തതായ സുഖസൗകര്യങ്ങൾ, പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിന് വിരുദ്ധമായ ഒരുവിധ സുഖസൗകര്യങ്ങളും നാം നേടരുത്, ആർജിക്കരുത്, പോകരുത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ടെലിവിഷനുകൾ. ചില ജോലി സൈറ്റുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചില ഗ്രൂപ്പുകൾ, ചില TJ പാർട്ടി പോലുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ നാം മാറ്റി വലിച്ച് ദൂരെ എറിഞ്ഞ് ആ സുഖ സൗകര്യങ്ങളെന്നൊക്കെ ഓടിയകന്ന്. അതുകൊണ്ടാണ് വെളിപാട് 18:4 കർത്താവ് പറയുന്നത്, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവൻ, അല്ലെങ്കിൽ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വിശുദ്ധിയും പരിശുദ്ധിയും നിറഞ്ഞ് ജ്ഞാനവും അറിവിൻ്റെ തലത്തെ മാറ്റിവെച്ച്, എന്നാൽ അറിവിൻ്റെ തലത്തിൽ കൊള്ളേണ്ടതിനെ കൊണ്ട് അതിനെ മാത്രം ഉൾക്കൊണ്ട് ജ്ഞാനത്തിലേക്ക് പ്രവേശിച്ച് ജ്ഞാനം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തി കഴിയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റപ്പെട്ട് അവിടെ നിന്ന് കർത്താവ് ദർശനവരത്തിലേക്ക് മാറ്റി. ആ ദർശനവരത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ നയിക്കുവാനോ നിയന്ത്രിക്കുവാനോ ഭരിക്കുവാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ഉപദേശിക്കുവാനോ പഠിപ്പിക്കുവാനോ ഏതെങ്കിലുമൊക്കെ കഴിവ് കർത്താവ് തരും. അതെല്ലാം നമ്മുടെ അടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തെ, ലോകത്തെ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തേവനായിട്ട് ഒരുക്കാൻ നമുക്ക് കഴിയണം. അതിനായി നിങ്ങൾക്കും അതുപോലെ ഇതേ പ്രത്യേകിച്ച് എനിക്കെന്നോ ആ വ്യക്തിക്കെന്നോ അല്ലെങ്കിൽ ഭവിഷ്യത്തിരിക്കുന്ന പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനൊന്നുമില്ല. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കർത്താവിൻ്റെ ദർശനം നൽകാൻ കർത്താവ് സന്നദ്ധനാണ്. പക്ഷേ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പരിശുദ്ധി കൊണ്ടും പരിശുദ്ധാത്മാവുകൊണ്ടും വിശുദ്ധിയും പരിശുദ്ധിയും നിറഞ്ഞതാക്കി നാം മാറ്റണം. അങ്ങനെ മാറ്റുന്ന ഏതൊരു വ്യക്തിക്കും ഇതെല്ലാം കിട്ടും. പ്രിയപ്പെട്ടവരെ, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ തീക്ഷ്ണതയോടെ ജ്വലിക്കാം. യേശുവിൻ്റെ വചനത്തിനു വേണ്ടി, യേശുവിൻ്റെ ജ്ഞാനത്തിനു വേണ്ടി, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി, യേശു ക്രിസ്തുവിന് കിട്ടുന്ന അറിവിനും വിശുദ്ധിക്കും വേണ്ടി നമുക്ക് ദാഹിക്കാം. അതിനെ നമുക്കൊരുങ്ങാം. അതിനെ നമ്മെ ഓരോരുത്തർ സമർത്ഥമായി ഈശ്വരനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ തന്ന പ്രാർത്ഥനകൾ നിങ്ങൾ മറക്കരുത്. അത് ബൊക്കയിൽ എഴുതി വെക്കണം. അത് എഴുതി വെച്ച് അതിൻ്റെ വചനങ്ങൾ എഴുതി വെക്കണം. ആ പറഞ്ഞ രീതിയിൽ വേണം പ്രാർത്ഥിക്കാൻ. മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം, മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം, വിശുദ്ധഗ്രന്ഥം തുറന്നു വെച്ച് പ്രാർത്ഥിക്കണം, സന്ധ്യാസമയത്ത് 7 മണിക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്ത്രീകൾ തലയിൽ മുണ്ടിടണം. സ്ത്രീകളെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചുരിദാർന്നിട്ടുകൊണ്ട് നിൽക്കരുത്, മാരുടെ മറച്ചിരിക്കണം. അങ്ങനെ കർത്താവ് എന്തെല്ലാം നിയമങ്ങൾ ഓരോ വ്യക്തിക്കും തന്നിട്ടുണ്ടോ ആ നിയമങ്ങളിൽ കൂടെ എല്ലാം പോയി മാത്രമേ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന സർവശക്തനായ ദൈവത്തിൻ്റെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം സ്വീകരിക്കുകയില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. യേശുവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധഗ്രന്ഥത്തിലും സുവിശേഷ ലേഖനത്തിലും എന്ത് എഴുതിയിട്ടുണ്ടോ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, അതിൻ്റെ ഒരു സാങ്കേതിക നിറവുണ്ട്. ആ വിശുദ്ധിയുടെ തത്വസംഹിത അനുസരിച്ച് മാത്രമേ നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് ഏതെല്ലാം വസ്ത്രം ധരിക്കണം, എങ്ങനെ ആയിരിക്കണം ഒരാളുടെ ശരീരപ്രകൃതി, അവൻ്റെ ശരീരഭാഷ എന്താണെന്നുള്ളതൊക്കെ നാം വിശുദ്ധഗ്രന്ഥത്തിൽ അറിഞ്ഞിരുന്നിട്ട് മാത്രം പ്രാർത്ഥിക്കുക. അത് മാത്രം ദൈവം സ്വീകരിക്കും, അല്ലാത്തൊക്കെ കർത്താവ് തള്ളിക്കളയും. അതുകൊണ്ടാണ് നമ്മുടെ സഭയിലെ അനേകം പ്രാർത്ഥനകൾ കർത്താവ് തള്ളിക്കളയുന്നത്. അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. അതിനെ നമ്മെ ഓർത്ത് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.